ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനപ്പോൾ ഇന്ന് ഹെന്ന എങ്ങനെയാണ് മിക്സ് ചെയ്യുക, ഹെന്ന എങ്ങനെയാണ് നമ്മുടെ തലയിൽ ഇടുന്നത്, അതൊക്കെ ഒന്ന് കാണിക്കാനായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നത്. അപ്പോൾ ഞാനെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു ചായപാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ, ഒരു ചെറിയ ഗ്ലാസ്സാണ് എടുത്തേക്കണത്. അപ്പോൾ അതിലൊരു 3/4 ഗ്ലാസ് വെള്ളം. അപ്പോൾ അത് തിളച്ച് കഴിയുമ്പോൾ 3 ടീസ്പൂൺ ചായപ്പൊടിയും കേട്ടോ, 3 ടീസ്പൂൺ ചായപ്പൊടിയും 1 ടീസ്പൂൺ കാപ്പിപ്പൊടി. അപ്പോൾ അത് തിളച്ച് ഒന്ന് മറിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഓഫ് ചെയ്തോ കേട്ടോ. അത് കഴിഞ്ഞ് അതൊന്ന് ചൂടാറണം കേട്ടോ. ചൂടാറിയതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഹെന്നയുടെ മിക്സ് അതിൽ കൂട്ടാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാണ്ട് ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ ഒരിക്കലും മിക്സ് ചെയ്യരുത്. അപ്പോൾ ഇത് ചൂടാറി തണുത്തതിന് ശേഷം വേണം മിക്സ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ തലമുടി പൊട്ടി പോകും കേട്ടോ. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പോൾ ചൂടാറി തണുത്തതിന് ശേഷം മാത്രം ഇട്ടോളൂ. പിന്നെ അതുതന്നെയല്ല, ഇത് നമ്മളിപ്പോൾ പാർലറിലൊന്നും പോയി ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല. നമുക്കിതൊക്കെ വീട്ടിൽ ചെയ്യാവുന്ന സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഹെന്ന. മുടി വളരാനും നരച്ച മുടി ഉണ്ടെങ്കിൽ കറുക്കാനും അപ്പോൾ പുതിയ മുടി വളരാനും ഒക്കെ സൂപ്പറാണ്. അപ്പോൾ ഞാനിതൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ പണ്ട് ചെയ്യാറുള്ളതാണ് കേട്ടോ. പഠിക്കുന്ന സമയത്ത് നല്ല കല്യാണം കഴിഞ്ഞ അവസരത്തിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സുടുമോനായതിനു ശേഷം മാത്രമാണ് ഇപ്പോൾ നമുക്കങ്ങനെ ചെയ്യാനോ ഒന്നിനും സമയം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊന്നും നോക്കാത്ത. അല്ലെങ്കിൽ സൂപ്പറാണ് കേട്ടത്. ഞാനെന്ന് വെച്ചാൽ പഠിച്ച അവസരത്തിലൊക്കെ എനിക്ക് ഞാൻ നല്ല പോലെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി നരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഹെന്ന ഞാനപ്പോൾ മുടക്കാറില്ലായിരുന്നു, എല്ലാ മാസം ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ മുടിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായതാണ് കേട്ടോ. ഇപ്പം പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ സാഹചര്യങ്ങൾ കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ എന്തേലും കണ്ടോളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ഉപയോഗപ്പെടും. അപ്പോൾ നമ്മളിതിപ്പോൾ വീട്ടിലെങ്ങനെ മിക്സ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആയുർവേദിക് ഹെന്നയാണ് ഇട്ടത് ഉപയോഗിക്കാറ്. അപ്പോൾ അതൊരു പാക്കറ്റ് 35 രൂപ 40 രൂപ അങ്ങോട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കുക. പിന്നെ അപ്പോൾ നമ്മൾ ആ ചായ തണുത്ത് ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു പാക്കറ്റ് ഇടുക. ഇപ്പോൾ എൻ്റെ മുടിയിലേക്ക് ഒരു പാക്കറ്റ് വേണം കേട്ടോ. അതിൽ കുറച്ചങ്ങനെ ബാക്കി വരുള്ളൂ. പിന്നെ ഉണക്കനെല്ലിക്ക് ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പാക്കറ്റ് വാങ്ങിച്ചു, ആയുർവേദ ഷോപ്പിൽ നിന്ന് കിട്ടും. അപ്പോൾ അതൊരു ടീസ്പൂൺ. പിന്നെ തൈരാണ് കേട്ടോ വേണ്ടത് നമുക്ക്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം അധികം കൂടരുത് കേട്ടോ. അപ്പോൾ നമുക്ക് തലേന്ന് പിന്നെ ഇത് നേരം തുടയ്ക്കാനും ആകെ ഒലിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. ഇടണ്ടായിരുന്നു എന്ന് തോന്നും പിന്നെ അവസാനമായിട്ട് ആകെ ഒലിച്ച് വരുമ്പോൾ. അപ്പോൾ നമ്മളത് കറക്റ്റ് മിക്സിലിങ്ങിൽ കൂട്ടണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഇതിന് കറക്റ്റാണ്. പിന്നെ 3/4 ഗ്ലാസ് വെള്ളവും കറക്റ്റാണ്. ഈ ഒരു മുട്ട കൂടിയും ചെല്ലുമ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം കൂട്ടിയെടുക്കണം കേട്ടോ. വെള്ളം കൂടരുത്. വെള്ളം കൂടി കഴിഞ്ഞ് പിന്നെ അത് നമുക്ക് ആകെ ഇറിറ്റേഷൻ തോന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നേരം. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത രീതിയിൽ നമ്മൾ കൂട്ടിക്കോളും നമ്മൾ തയ്യാറാക്കുമ്പോൾ കേട്ടോ. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മുട്ട ഞാനിപ്പോൾ തന്നെ കൈയോടുകൂടി ഇതിൽ പൊട്ടിച്ച് ഒഴിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കൂട്ടുമ്പോൾ ഈ മിക്സ് തയ്യാറാക്കി കഴിഞ്ഞിപ്പോൾ നാളെയാണ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് മിക്സ് തയ്യാറാക്കി വെക്കുക രാത്രി തന്നെ. അത് കഴിഞ്ഞിട്ട് നാളെ എടുക്കാൻ നേരത്ത് മതി മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ച് തരുന്ന കാരണം കൊണ്ടാണ് ഞാൻ മുട്ട ഇതിൽ അപ്പോൾ തന്നെ കൈയോടുകൂടി പൊട്ടിക്കണത് കേട്ടോ. പിന്നെ നമ്മുടെ സുടുമോൻ കൂടി ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ സുടുമോൻ്റെ ഈ സമയത്ത് ഇങ്ങനെ ഉറങ്ങി കിടക്കുന്ന നേരത്താണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്യണത്. അപ്പോൾ അവ എണീക്കുമ്പോഴേക്കും എനിക്കിത് വാഷ് ചെയ്ത് വേഗം കഴുകി കളയും വേണം. ഞാനപ്പോൾ ഇത് ഇട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം കൈയോട് കൂടി. അപ്പോൾ എനിക്ക് അധികം നേരം പിടിക്കാനൊന്നും നേരമില്ല. ഞാനിപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ് കേട്ടോ പിടിക്കുള്ളൂ. അപ്പോൾ നിങ്ങളിതിടുമ്പോൾ ഒരു 3 മണിക്കൂറെങ്കിലും പിടിച്ചോളൂ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും പിടിച്ചോളൂ പറ്റാത്തവർ കേട്ടോ, തീരെ പറ്റാത്തവർ. അപ്പോൾ എന്നാലാണ് നമ്മുടെ തലമുടിമേക്കൊക്കെ ഒന്ന് ഇതാവുള്ളൂ കേട്ടോ, പിടിക്കുള്ളൂ. അത് കാരണം കൊണ്ടാണ് അങ്ങനെ പറയണത്. എനിക്കിപ്പോൾ 1.5 മണിക്കൂറൊക്കെ പിടിക്കാനായിട്ടാണ് പറ്റുള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ പാർലറിലൊന്നും പോയി അധികം നേരം ഇരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ പറഞ്ഞ് നമുക്ക് വേഗം വാഷ് ചെയ്യണത് കേട്ടോ. നമ്മളിത് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പിടിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് പരമാവധി വീട്ടിൽ ചെയ്യാണ് നല്ലത്. അപ്പോൾ ഇതിന് ഇപ്പോൾ ഇത്ര മിക്സ് ചെയ്യാൻ ഇത്രയ്ക്കേ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും വീട്ടിലൊക്കെ തന്നെ സ്വയം ചെയ്യാൻ നോക്കാം. നമുക്കൊരാളുടെ സഹായം ഒന്നും വേണ്ട. നമ്മൾക്കിപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വയം ഇടാവുന്ന ഒരു സിമ്പിൾ പരിപാടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഹെന്നയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടോ.
അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. നരച്ച മുടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കറക്കും. നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഒരു കറിവേപ്പില എടുത്തിട്ട് ഒരു എണ്ണയും കൂടി കാച്ചി അത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലമുടി സൂപ്പറായിട്ട് കറക്കും കേട്ടോ. എൻ്റെ തലമുടിയൊക്കെ പണ്ട് നരച്ചതായിരുന്നു. അപ്പോൾ എൻ്റെ മുടിയൊക്കെ കറിവേപ്പിലയുടെ എണ്ണയും ഈ എണ്ണയും ഇട്ടിട്ട് ആണ് കറുത്തത് കേട്ടോ. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ആരെങ്കിലും കമൻറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു തരാവുന്നതാണ്, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ എണ്ണയുടെ ഒന്നും ഞാൻ കാണിക്കണില്ല, ഞാൻ വേറെ അടുത്ത വീഡിയോസിൽ ഞാൻ ചെയ്യാം കേട്ടോ, ആരെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അപ്പോൾ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഓരോ പോർഷൻ തിരിച്ചെടുക്കണം കേട്ടോ. ഓരോ ലെയർ സ്റ്റെപ്പായിട്ട് എടുത്തോളൂ. സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങിക്കോളൂ കേട്ടോ. മുടി ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാനും സുഖമായിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരാളും നമ്മളെ സഹായത്തിന് ഒന്നും വേണ്ട, നമുക്ക് സുഖമായിട്ട് നമുക്ക് ഷാമ്പു ഇട്ടിട്ടോ എന്തെങ്കിലും കണ്ടീഷണർ ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഷാമ്പു മാത്രം ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. മുട്ട ഇപ്പം ഞാനിപ്പോൾ എൻ്റെ തലയിൽ ഇപ്പം തന്നെ പൊട്ടിച്ചിട്ട് അധികം നേരം എനിക്ക് പിടിക്കാനും മിക്സ് ചെയ്ത് കൂട്ടി വയ്ക്കാൻ അധികം നേരം ഉണ്ടാക്കി കിട്ടിയില്ല കേട്ടോ. അപ്പോൾ സുഡെനിക്കുമ്പോഴേക്കും എനിക്ക് വേഗം ചെയ്യണം. അപ്പോൾ എനിക്കിപ്പോൾ ഒരു മണിക്കൂർ കഷ്ടിയേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ പിടിക്കാനായിട്ട്. എനിക്കിപ്പോൾ സുടുക്കൂട്ട എനിക്കുമ്പോഴേക്കും എനിക്കിത് വേഗം ചെയ്ത് തീർക്കണമല്ലോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും അപ്പോൾ ഇത് വീട്ടിലൊക്കെ ഇടാനായിട്ട് ശ്രമിച്ചോളൂ. ഇതിപ്പോൾ എൻ്റെ ഇപ്പോൾ കഴിയാറായി കേട്ടോ എണ്ണിയിട്ടിട്ട്. ഞാനപ്പോൾ വേഗം ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ സുടുക്കുട്ടനെ ഉറങ്ങി എണിക്കുന്നതിന് മുൻപ് എനിക്ക് മിക്സ് ഇതൊന്ന് ഇത്തിരി ആളം പിടിക്കണം. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഷാമ്പു നല്ലത് ഉപയോഗിച്ച് വാഷ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ സുടുക്കുട്ടൻ വേഗം എനിക്കാറാവാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇട്ട് കഴിയാറായി കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആവാത്തോടത്തൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ നിങ്ങൾ. അപ്പോൾ ഞാനപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വരാം. ഓക്കെ.